പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ എന്നും ദൈവകരങ്ങളിലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകുന്നതിൻ്റെ ഓർമ്മദിനമാണ് ഓരോ ചരമദിനവും. ക്രിസ്തുവിൽ ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വേർപാട് എന്നും എപ്പോഴും ഒരു നൊമ്പരമാണ്. അത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ആ നൊമ്പരത്തിന് ഒരൽപ്പം ആഴം കൂടും. പ്രിയപ്പെട്ട പിതാവ് പീറ്റർ, വിൻസെന്റ് പീറ്ററിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇതേ ദിവസം ഈ വിശുദ്ധബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട അപ്പച്ചന്റെ ജീവിതം നമുക്ക് എന്നും എപ്പോഴും ഒരു പ്രചോദനമായിരുന്നു. കാരണം ക്രിസ്തു വചനങ്ങളിലൂടെ പറഞ്ഞു വെച്ചത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. വഴിയായ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്ത വ്യക്തിത്വം, സത്യമാകുന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന് നേരെ രേഖകൾ വരച്ചു വെച്ച വ്യക്തിത്വം, ജീവനാകുന്ന ഈശോയുടെ തിരുശീലം തിരേത്തോ ആവോളം സ്വീകരിച്ച ജന്മം. ഈ ജന്മം ബാക്കി വെച്ചത് നല്ല ഓർമ്മകളാണ്. ആ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നതിന് പ്രതീകമാണ് മക്കളിലൂടെ, മരുമക്കളിലൂടെ, ചെറുമക്കളിലൂടെ ആ വിശ്വാസ ദൈവം ഇന്നും കത്തിജ്വലിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറെ സുപരിചിതരാണ് പീറ്റേട്ടനും കുടുംബവും ഒക്കെ. അവരുടെ വിശ്വാസതീഷ്ണതയും ദൈവാലയത്തോടും സഭയോടും ചെയ്യുന്ന ആ ത്യാഗപൂർണമായ ജീവിത ശൈലിയും കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ അത്ഭുതകരങ്ങളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും ഏറെ പ്രത്യേകിച്ച് ഇതേ ദിവസം ഈ ഭൂമിയിൽ നിന്നും, ഈ കുടുംബത്തിൽ നിന്നും സ്വർഗത്തിന്റെ കുടുംബത്തിലേക്ക് ചേക്കേറപ്പെട്ട വിൻസെന്റ് പീറ്ററിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കും ഇതേ ദിവസം ഈ ആൾക്കാരെ ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും മാനുഷികമായ ബലഹീനതകളാണ് ഏതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പാപങ്ങളോ കുറവുകളോ വന്നിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരുരക്തത്താല്, ഈ ബലിയുടെ യോഗ്യതകളാല് പാപങ്ങൾ മായ്ച്ചു കളയാനും ആത്മാവിനെ വിശദീകരിച്ച് സ്വർഗീയ പരദീസിലേക്ക് സ്വീകരിക്കാനും സകല മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും ഈ പ്രിയപിതാവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. വിടവാങ്ങലും വിടപറയലുമൊക്കെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വേദനജനകവും തീരാ ദുഃഖവും തന്നെയാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എന്നും ഓർമ്മയായി ഈ പ്രിയപിതാവ് മനസ്സിന്റെ കോണുകളിൽ ചേക്കേറുമ്പോൾ ആശ്വാസത്തിന്റെ കിരണങ്ങൾ ദൈവത്തിൽ നിന്നും ഈ കുടുംബത്തിന് എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ട പിതാവിന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിലെ മാലാഖമാരോടൊത്ത് നമുക്ക് ഈ സങ്കീർത്തനങ്ങൾ ഏറ്റുചൊല്ലി പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, തകർക്കപ്പെട്ട ഈ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും.
കർത്താവേ, കരുണത്തിനായി കേൾവീക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകളിലേക്ക് ക്ഷമിക്കണമേ. ഈ ലോകത്തങ്ങേ ജനത്തോട് കാരണപൂർവ്വം അങ്ങ് ഒന്നിച്ചു ചേർത്ത് ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിനെ സമാധാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്ഥലത്ത് എത്തിച്ചേരുവാൻ അങ്ങേ വിശുദ്ധ സമൂഹത്തിൽ പങ്കുചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവുമായ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കണമേ. ആമേൻ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി ഒരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടി, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ പിടികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളികളോ വേദനകളോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം നടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നതിന് ഇതെല്ലാം അവകാശമായി നൽകും. ഞാൻ അതിന് ദൈവവും അവൻ എനിക്ക് മകനുമായി. കർത്താവിന്റെ വചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ നടന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയായിരിക്കും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ മുഖവിളിയും എനിക്ക് ഉറപ്പേറും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. എന്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എനിക്ക് വിരുദ്ധരുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുകരിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നടന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും.
ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയാം? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നോട് അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷവചന പാപങ്ങളെല്ലാം നീക്കം ചെയ്യുമാറാകട്ടെ. അവരെല്ലാ പാപങ്ങൾക്കും മോചിപ്പിക്കുകയും അവയെ രക്ഷയിൽ പങ്കാളികളായി തീരുവാൻ തയ്യാറാക്കുകയും ചെയ്യുന്നത് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഏറ്റെടുക്കണമേ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയുടെ സഭയിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന എല്ലാ അധികാരന്മാർക്കും തങ്ങളുടെ സമൃദ്ധമായ ആദർശങ്ങൾക്കൊത്തവിടെ ജീവിതം നയിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ എല്ലാ പ്രധാനമാർക്കും നീതിയും സമാധാനം പാലിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ബുദ്ധിയും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗകാലം ശാരീരികമായ ക്ലേശങ്ങളാലും വേദന വൈദ്യുതർക്ക് അങ്ങയുടെ ദൈവസാന്നിധ്യം അനുഭവമാകുവാൻ ഇവയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ മരിച്ച് ഉയർത്തിക്കിടക്കുമെന്ന് നിജമായി ചോദിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ച് പ്രത്യാശയോടെ മരണമടഞ്ഞ ഞങ്ങളുടെ പിതാവ് പീറ്ററിന് അങ്ങയുടെ കൂടെ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് സഹോദരി സഹോദരന്മാരെ നീതിയായ നടത്തുമെന്ന് രക്ഷിക്കുകയും അവിടെ മൊത്തത്തെ പങ്കാളികളാക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. Sweet
പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ ചേർന്ന് സമർപ്പിക്കുന്നതെങ്കിൽ ഈ സർവശക്തനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമർപ്പണങ്ങളെ നൽകുവാൻ കർത്താവേ, അങ്ങയോട് അപേക്ഷിച്ച് ഞങ്ങളുടെ പ്രിയപിതാവ് വിൻസെന്റ് പീറ്ററിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രത്തെ സ്വീകരിക്കുകയും ഈ പ്രിയപിതാവിനെ പ്രഭാവിക്കുകയും ചെയ്യണമേ. അവനെ അനുവദിച്ചതിന്റെ ഈ ഭക്താനുഷ്ഠാനങ്ങൾ വഴി ഞങ്ങളുടെ പ്രിയപിതാവ് ജീവനിലേക്ക് ഉയർത്തിനിൽക്കുവാൻ വർദ്ധനമാരാകണമേ. കർത്താവായ വസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ കർത്താവേ, സർവശക്തനുമായ ദൈവമേ, ഇതുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ ഉദരത്തെ അർപ്പിക്കുന്നു. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാണ്. ബാലാഘങ്ങൾ അങ്ങേ ശക്തി നിത്യാനന്ദത്തിലാണ് ആരാധിക്കുന്നു. അവർ കാലത്തോട് എളീസവും ചെയ്യുവാനും കൽപ്പിച്ചനുഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളും താഴ്മയോടെ ആരാധിക്കുന്നു. ഈ നിമിഷം നമ്മളിൽ നിന്ന് പ്രിയപിതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഡാഡിയും മമ്മിയും 9 മാസത്തോടെ രണ്ടുപേരും പിരിഞ്ഞു പോകുന്നു. ഒരു പക്ഷിക്ക് ഒരു ചെറുപ്പമായി പറക്കാൻ സാധ്യമല്ല. ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കന്മാർ അവരുടെ തീവ്രമായ ബന്ധം, അത് തീക്ഷ്ണമായ ബന്ധം, അത് ജീവിതത്തിൽ വിശുദ്ധിയുടെ യാത്രയുടെ സുഹൃത്തമാണ്. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ശക്തമായി ദൈവസന്നിധിയിൽ ജോബിന്റെ പുസ്തകത്തിലെ പ്രാർത്ഥനയാണ്. ദൈവമാണ് തന്നത്, ദൈവമാണ് എടുത്തത്, ദൈവത്തിന് നാം വാഴ്ത്തുന്നതാക്കുക. ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ്. ജീവിതത്തിലെ ബന്ധങ്ങൾ ദൈവം തിരികെ എടുക്കുന്നു. ജോബിന്റെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയാണ്, വിശുദ്ധമായ പ്രാർത്ഥനയാണ്. എനിക്ക് ഈ ബന്ധങ്ങൾ നൽകിയത് എൻ്റെ മാതാപിതാക്കന്മാർ നൽകിയത് എൻ്റെ ദൈവമാണ്. ആ ദൈവം തിരികെ എടുത്തു. ദൈവത്തിന് നാം വാഴ്ത്തുന്നതാക്കുക. ഏത് ദുഃഖവെള്ളിയാഴ്ചയും ഉയർത്തിന് വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ അടിസ്ഥാന ശില അവിടെയാണ്. ഒരിക്കലും നമ്മൾ അതുകൊണ്ട് നിരാശരാകുന്നില്ല. നമ്മൾ ഒരുമിച്ച് വീണ്ടും അവരെല്ലാം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഈ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുക. വീണ്ടും കണ്ടുമുട്ടും. ദുഃഖവെള്ളിയാഴ്ചകളെല്ലാം ഉയർത്തിലേക്കാണ് പറയാറ്. ഈ നിമിഷം ആ പ്രിയപിതാവിനെയും പ്രിയപ്പെട്ട മമ്മിയെയും ദൈവസന്നിധിയിൽ
അവർക്ക് പ്രാർത്ഥിക്കാം. സ്വയം ഭാവിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങിച്ചിട്ടും എന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം ഈ യോഗത്തിൽ നിന്നും അങ്ങേ പട്ടികയുടെ ഈ കുടുംബത്തിൽ മരിച്ചുപോയ പ്രിയമ്മയും എല്ലാ സഹോദരങ്ങൾക്കും അങ്ങേ പുത്രന്മാരുടെ സദൃശമായ ഉണ്ടായിരുന്ന ഈ ആത്മാക്കളെ അവരുടെ ഉദാഹരണത്തിന് ഒന്നാക്കണമേ. പ്രത്യാശയോടെ നിങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സഹോദരനെയും ശുദ്ധീകരണ ആത്മാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങോക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തോടെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കൈകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മാതാവായ പരിശുദ്ധയോടും ആ കന്യകയുടെ പിതാവായ ഭാര്യയുടെ യോസേഫിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും കാലാകാലം അങ്ങേ പ്രസാദിച്ച സകലവിശുദ്ധരോടും വന്ന് നിത്യജീവനിൽ പങ്കുചേരുന്നവരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ
പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വിശ്വാസത്തോടുകൂടെ നമുക്ക് ആയിരിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യപിതാവിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, ഒരു ഭവനത്തിൽ പ്രവേശിച്ച് ദൈവത്തിന് ഒരു വാക്കുചരിച്ചാൽ സാധ്യമതി എൻ്റെ ഏവരെയും നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാണ്. കർത്താവേ, ജീവദായകമായ ഉദാശിയായ മറിയമുദ്രായ പ്രാർത്ഥന അങ്ങയുടെ പടിയിൽ പങ്കാളികളാകുവാൻ ഇടയാക്കി ഞങ്ങളുടെ പിതാവായ സ്വർഗ്ഗസ്ഥനായ ആത്മാവ് ഈ ദിവ്യോദാശയുടെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെട്ടു ക്രിസ്തുവിൻ സമാധാനത്തിൽ എല്ലാവരും മാറ്റിക്കുമാറാകണം. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മെയും സ്വന്തമായി അനുഗ്രഹിക്കുവാനാകട്ടെ. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ദിവ്യബലി സമാപിച്ചു. Oh
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കീഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാവങ്ങളെല്ലാം നീയോർത്തിടുകിൽ, ആർക്കുള്ളോ രക്ഷയിൽ പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ മാവക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാജാഗ്രതയിൽ പുലരിയെ പാർത്തിരിക്കുന്നതുപോൽ മൺവാഴ് ദൈവത്തെ പാർത്തിരിപ്പൂ. ഇസ്രായേലുമേവം പ്രത്യാശ വച്ചു. ഇസ്രായേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകനും. വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ, നീ ശാശ്വത വിശ്രാന്തി നൽകിടണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യ പ്രകാശത്തിനായി വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പ്രിയ സഹോദരേ, മരണമടഞ്ഞ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിനെയും ഈ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിത്യവിശ്രാന്തി നൽകണമെന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും അതിനാഥനായ സർവീശ്വരൻ, ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വാത്സല്യപൂർവ്വം കടാക്ഷിച്ച് പാപങ്ങളിൽ മോചിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ഭാഗഭാക്കാകും എന്ന പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നിത്യമായ ശാന്തിയും പ്രകാശവും കൽപ്പിച്ച് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അങ്ങയുടെ പ്രിയപുത്രൻ വാഗ്ദാനം ചെയ്ത നിത്യായുസ് ലഭിക്കുവാൻ ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിന് അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിടന്ന് പശ്ചാത്തപിച്ച പാപിക്ക് പറുദീസ വാഗ്ദാനം ചെയ്ത കർത്താവേ, വിധി ദിവസം ഈ പ്രിയപ്പെട്ട പിതാവിനെ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ കർത്താവേ, അങ്ങേക്ക് പ്രീതികരമാം വിധം ജീവിതം നയിച്ച പുണ്യചരിതരോടൊപ്പം ഞങ്ങളുടെ പ്രിയ പിതാവും വിൻസെന്റ് പീറ്ററും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അലംഘനീയമായ കൽപ്പനയനുസരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിന്റെ ആത്മാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയുടെ സമൂഹത്തിൽ ഈ പ്രിയ പിതാവിന് പ്രവേശനം നൽകണമേ. പുണ്യചരിതരെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാനായി അങ്ങ് വാനമേഖലയിൽ മാത്രത്തോടെ ആകുന്നതാകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത ചിന്തയ്ക്ക് അതീതമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ പിതാവിനെ സ്വീകരിക്കാൻ കനിയണമേ. കർത്താവായ ക്രിസ്തുവരെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ.
കൈക്കൊള്ളണേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്തതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തിരുവനങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വജരാജ്യങ്ങളുടെയും അധീക്ഷനായ മിശിഹായ അങ്ങ് കുരിശിന്റെ ചിഹ്നവുമായ ദിവ്യദൂതന്മാരുടെ അകപ്പടിയോടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യവംശത്തെ വിധിക്കുമ്പോൾ ലോകാരംഭം മുതൽക്കേ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിനെയും മറ്റു വിശുദ്ധരോടൊപ്പം ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെയും മറ്റു സഹോദരങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ഈ സഹോദരങ്ങൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. മറ്റു എല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ദൈവം പിതാവും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിൻസെന്റ് പീറ്ററിന്റെയും ബിയാക്കസ് വിൻസെന്റ് ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും